എന്തു പറ്റി? വേവലാതിയോടെ ഉണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. മാളു, മാളു ഒരു അബദ്ധം കാണിച്ചു. പെട്ടെന്ന് ഉണ്ണിയുടെ മുഖത്തും അത്ഭുതവും ഭയവും അന്താളിപ്പ് നിറഞ്ഞിരുന്നു. എന്ത്? അവൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു. അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന്. ഈശ്വരാ, എന്താ വീട്ടിൽ ആരെങ്കിലും മാളുവിനെ വഴക്ക് പറഞ്ഞോ? ഒന്നും അറിയില്ല. അമ്മ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ലായിരിക്കും അമ്മ. കുറേ നേരം കഴിഞ്ഞിട്ടും അവളുടെ ശബ്ദമൊന്നും കേട്ടില്ല അത്രേ. അച്ഛൻ ഉറങ്ങിയില്ലായിരുന്നു. അവളെ കാണാൻ വേണ്ടി അച്ഛൻ രാത്രി മുറിയിൽ ചെന്ന് കുറേ പ്രാവശ്യം കൊട്ടിയെന്ന്. അപ്പോഴൊന്നും അവൾ മുറി തുറന്നില്ല. ഒരു സംശയം തോന്നി മുറി എങ്ങനെയോ തുറന്നപ്പോൾ ബാത്റൂമിൽ മുഴുവൻ ചോര. കയ്യിൽ നിന്ന് ചോരയൊക്കെ പോയി ആകെ വിളറി വെളുത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ മാളു. പറഞ്ഞപ്പോഴേക്കും മധുരമയും കരഞ്ഞു പോയിരുന്നു. മധുരമയും മാളവികയും തമ്മിലുള്ള ആത്മബന്ധം എത്രയുണ്ടെന്ന് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ണി ഓർത്തു. വിഷമിക്കാതെ മധു, നമുക്കിപ്പം തന്നെ പോവാം. അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഷർട്ടിടാൻ തുടങ്ങി. മധുരമയും പോകാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. എങ്കിലും അവൾക്ക് കേട്ട കാര്യം വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവനെ അവൾ സ്നേഹിച്ചിരുന്നോ? അവളുടെ മനസ്സിന് ഒട്ടും കട്ടിയില്ല. അല്ലെങ്കിലും അവൾക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഹൃദയം തുറന്ന് സ്നേഹിച്ചൊരു പുരുഷൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തള്ളിപ്പറയുമ്പോൾ അവളെപ്പോലൊരു പാവം പെണ്ണിന് ഇതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലുണ്ടായിരിക്കില്ല. അല്പം ധൈര്യമുണ്ടായിട്ട് പോലും പ്രണയം നഷ്ടമായപ്പോൾ താനും ഇതേക്കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പം അവളുടെ കാര്യം പറയണോ? ഈ പ്രണയം ഒരു വല്ലാത്ത ജിന്നാണ്. എങ്കിലും ഒരു നിമിഷം പോലും അച്ഛനെയും അമ്മയും തന്നെയും ഓർക്കാൻ അവൾക്ക് തോന്നിയില്ലല്ലോ. അതൊരു പരിഭവം പോലെ മനസ്സിൽ കിടന്നപ്പോഴും കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകാൻ തുടങ്ങി. മധുരിമ റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ണി ഹാളിലേക്ക് പോയി. രവിയുടെ മുറിയിൽ തട്ടി വിളിച്ചിരുന്നു. രാത്രിയിൽ മകൻ്റെ വിളി കേട്ട് ആദ്യോടെയാണ് രവി വാതിൽ തുറന്നത്. എന്താ മോനെ, എന്തു പറ്റി? എന്താ ഈ സമയത്ത്? രവി ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട് അച്ഛാ. എന്താ മോനെ? ആ കുട്ടിയില്ലേ, മാളവിക, മധുവിൻ്റെ സിസ്റ്റർ, അവൾക്കെന്തു പറ്റി? ആ കുട്ടി കയ്യിലെ ഞരമ്പ് മുറിച്ചു അത്രേ. ഈശ്വരാ! അപ്പോഴേക്കും സുമിത്ര എഴുന്നേറ്റ് വന്നിരുന്നു. എന്താ നീ പറയുന്നേ? കേട്ട വാർത്തയുടെ ഞെട്ടലായിരുന്നു സുമിത്ര. മധുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവർ സിറ്റി ഹോസ്പിറ്റലിലുണ്ടെന്നാ പറയുന്നത്. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. മോനെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ? ഞങ്ങളും കൂടെ വരാം, സുമിത്ര പെട്ടെന്ന് പറഞ്ഞു. അതെ, ഞങ്ങളും കൂടി വരാം, രവി പിന്തുണച്ചു. നമ്മളെല്ലാവരും കൂടി പോയാൽ അപ്പൂൻ്റെ കാര്യം സാരമില്ല. നമ്മുടെ കുഞ്ഞു കാരണമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുമാത്രമല്ല, ഇത്രയും കേട്ടിട്ട് ഇവിടെ സമാധാനത്തോടെ എനിക്കോ നിൻ്റെ അമ്മയ്ക്കോ ഇരിക്കാൻ കഴിയില്ല. അപ്പുവിനോടും കൂടി പറയാം. അപ്പുവിനോടോ? ഇതറിയുമ്പോൾ അവൻ ചിലപ്പോൾ എന്തെങ്കിലും വയ്യാഴിക വന്നാലോ? പേടിയോടെ ഉണ്ണി പറഞ്ഞു. ഒരു വയ്യായികയും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞോളാം. അവൻ അറിയണം. അവൻ കാരണമാണ് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ അവൻ അറിഞ്ഞല്ലേ പറ്റൂ. മനസ്സ് വിഷമിച്ചാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് ഇവിടുന്ന്. അമ്മ, ഞാൻ പറഞ്ഞത് ഒരിക്കൽ അവൻ കാരണം ഒരു വേദന ഉണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പം അവൻ ഈ അനുഭവിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാൻ നമ്മളൊരു കാരണമാവാൻ പാടില്ല. നമ്മൾ എത്ര മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ കാര്യം അറിയില്ലേ. അപ്പോൾ ഉണ്ടാകുന്ന അതിനേക്കാൾ മുൻപ് സമചിത്തതയോടെ ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത്? സുമിത്ര പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി. അവർ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി. കുറേ സമയം മുറിവാതിൽ മുട്ടിയതിന് ശേഷമാണ് വാതിൽ തുറന്നത്. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയിട്ടില്ലെന്ന്. ഉറങ്ങി ഉണർന്ന ക്ഷീണമോ ആലസ്യമോ ഒന്നും അവൻ്റെ മുഖത്തില്ല. ഇത്രയും നേരം അവൻ ഉണർന്നിരിക്കുകയായിരുന്നു എന്ന ആ ചിന്ത സുമിത്രയെ അത്ഭുതത്തിലാഴ്ത്തി. നീ ഉറങ്ങിയില്ലായിരുന്നോ? അത് ചോദിക്കാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? ഗൗരവത്തിൽ തന്നെയായിരുന്നു മറുപടി. അല്ല മോനെ, നമ്മുടെ മാളു ഒരു അബദ്ധം കാണിച്ചു. എല്ലാവരും ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ഇവിടെ നിന്നെ ഒറ്റയ്ക്കാക്കി പറയാതെ എങ്ങനെയാ പോകുന്നേ? അതിനു വേണ്ടി വന്നതാ. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ തിര തല്ലിയത് എന്തൊക്കെ ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സുമിത്രയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ മനസ്സിൽ ചെറിയൊരു കുളിര് തോന്നിയിരുന്നു. അവൾക്ക് വേണ്ടി അപ്പു വേദനിക്കുന്നുണ്ട്.
അപ്പോൾ ഹൃദയത്തിൽ എവിടെയോ അവളെ അവൻ സ്വപ്നം കണ്ടിരുന്നു എന്നത് സത്യമാണ്. ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലെങ്കിലും സുമിത്ര വെറുതെ ആശിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ജീവിതം. എന്താ അമ്മേ അവൾ ചെയ്തത്? അവൻ ചോദിച്ചപ്പോൾ വാക്കുകൾ ഇടറിയിരുന്നത് സുമിത്ര ശ്രദ്ധിച്ചിരുന്നു. ആ കുട്ടി കയ്യിലെ ഞരമ്പ് മുറിച്ചു എന്നാണ് അറിയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചോര പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഞാനും അച്ഛനും മധുവും ഉണ്ണിയും അങ്ങോട്ട് പോവാം. നിനക്ക് ഒറ്റയ്ക്ക് ഞങ്ങളെ കാണാതിരുന്ന ടെൻഷൻ വേണ്ടാന്ന് കരുതിയാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. മോൻ വിഷമിക്കണ്ട, അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. കൊച്ചുകുട്ടിയല്ലേ, അവൾ ചിലപ്പോൾ വിഷമങ്ങളൊന്നും മനസ്സിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാവും അങ്ങനെ ചിന്തിച്ചത്. അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പരമാവധി സുമിത്ര ആശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അമ്മേ ഒരു മിനിറ്റ് നിൽക്ക്, ഞാനും കൂടി വരാം. അവനത് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ സുമിത്ര ഞെട്ടിപ്പോയിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ ഇഷ്ടപ്പെടാത്തവനാണ്. ആ അച്ഛൻ ആശുപത്രിയിൽ പോയാൽ പോലും ഒപ്പമൊന്ന് ചെല്ലാൻ മടിക്കുന്നവൻ. മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതായിരുന്നു സത്യം. അങ്ങനെയുള്ള ഒരുവനാണ് ഇങ്ങോട്ട് പറയുന്നത്, വേണ്ട മോനെ, അവിടെ വന്ന് എല്ലാവരെയും കാണുമ്പോൾ നിനക്ക് ചിലപ്പോൾ ഭ്രാന്തിളകുമെന്ന് അല്ലേ? അയ്യോ മോനെ, അമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്തിളകും, ഒറ്റയ്ക്ക്. അതിൽ കൂടുതൽ അവൻ്റെ നിസ്സഹായാവസ്ഥ തുറന്നു പറയാൻ അവന് കഴിയുമായിരുന്നില്ലെന്ന് ആ നിമിഷം സുമിത്രയ്ക്കും തോന്നിയിരുന്നു. വേഗം റെഡിയായി വാ എന്ന അവർ പറഞ്ഞതും അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അവന് റെഡിയാകാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇട്ടിരുന്ന വേഷത്തിലാണ് അവൻ പുറത്തേക്ക് വന്നത്. കിരണും അവൻ്റെ വീട്ടുകാരും ഒക്കെ രാത്രിയിൽ തന്നെ മടങ്ങിയിരുന്നു. കിരണിനെ താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞതിൻ്റെ അസ്വസ്ഥത പോലും കിരണിൻ്റെ അമ്മ കാട്ടിയത് അപ്പുവിനോടായിരുന്നു. ഒരു ഭ്രാന്തനേക്കാൾ വില കുറഞ്ഞവനാണോ തൻ്റെ മകനെന്ന രീതിയിലായിരുന്നു അവർ തന്നോട് ഇടപെട്ടിരുന്നതെന്ന് അവൻ ഓർത്തിരുന്നു. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വീട് പൂട്ടിയിരുന്നു. മധുവിൻ്റെ മുഖത്തെ വേദന അപ്പുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ മുഴുവൻ അപ്പുവിൻ്റെ മനസ്സിൽ മാളുവിൻ്റെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു. കുട്ടിക്കാലം നൽകിയ ഓർമ്മകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. ആദ്യമായി അവളെ കണ്ടതും അവളുടെ കവിളിൽ അധരങ്ങൾ പതിഞ്ഞതും ഇഷ്ടമാണെങ്കിലും അവളോട് മൗനമായി നിന്നതുമൊക്കെ അവനൊരു തിരശ്ശീലയിൽ എന്നതുപോലെ ഓർത്തു. അവൾ വീണ്ടും തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് വേണ്ടി മരിക്കാൻ മാത്രം അവൾ തന്നെ സ്നേഹിച്ചിരുന്നു. അത്രയും സ്നേഹിക്കാൻ എന്ത് അർഹതയാണ് തനിക്കുള്ളത്? എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിസ്വാർത്ഥമായി അവളെ വേണ്ടെന്ന് പറഞ്ഞവനാണ് തനിക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചൊരു പെണ്ണ്. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്! എന്നെ പരീക്ഷിച്ച് നിനക്കിനിയും മതിയായില്ലേ? അറിയാതെ അവൻ മനസ്സിൽ ഈശ്വരന്മാരോട് ചോദിച്ചു പോയിരുന്നു. പരമാവധി കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴാതിരിക്കാനാണ് അവൻ ശ്രമിച്ചത്. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും അവനുണ്ടായിരുന്നില്ല. മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന ഭ്രാന്തെങ്കിലും ഇപ്പോൾ തനിക്ക് കൂട്ടിനുണ്ടായിരുന്നെങ്കിലെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു പോയി. ആ നിമിഷം സ്വബോധം നശിച്ച ഒരു ഭ്രാന്തനായി ഒരു സെല്ലിൻ്റെ ഇരുട്ടറയിൽ അടഞ്ഞു പോവുകയാണെങ്കിൽ അതായിരിക്കും തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് ആ നിമിഷം അവൻ ഓർത്തു. വയ്യ, ആ പെണ്ണിൻ്റെ പ്രണയച്ചൂട് താങ്ങാൻ തനിക്ക് വയ്യ. താൻ ഉരുകുകയാണ് ഓരോ നിമിഷവും. അവളുടെ പ്രണയത്തിൻ്റെ അഗ്നിയിൽ താൻ അറിയാതെ ഉരുകിപ്പോവുകയാണ്. അത്രമേൽ തീവ്രമാണ് ആ പെണ്ണിൻ്റെ പ്രണയം, അത്രമേൽ ആർദ്രവും. അവളെ തലോടാൻ വേണ്ടി അവൻ്റെ മനസ്സ് വെമ്പി. വണ്ടി നിർത്തിക്കഴിഞ്ഞ് ലൈറ്റുകളും മറ്റും കണ്ടപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിയെന്ന ബോധം അപ്പുവിന് വന്നത്. റിസപ്ഷനിൽ ചെന്ന് എല്ലാം തിരക്കി ഉണ്ണി വന്നപ്പോൾ അവർ ICUവിലാണെന്ന് അറിഞ്ഞു. പെട്ടെന്നവർ മനസ്സിലാവാതെ സുമിത്രയെ നോക്കി. ഇതാണോ പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മ പറഞ്ഞത്? സുമിത്രയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. നീ ടെൻഷനാവണ്ടെന്ന് കരുതി. സുമിത്രയുടെ സംസാരത്തിൽ നിന്നും അരുതാത്തതൊന്നും സംഭവിക്കരുതേന്നവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഒരു മരണത്തിന് കാരണമായ വേദന തന്നിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത കുറ്റം കൂടി. ഒരിക്കൽ കൂടി ഒരു വേദന തനിക്ക് തരരുതെന്ന് അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇന്നത്തെ എങ്ങനെയുണ്ട് എന്ന് പറയണം. ഞാൻ മൈക്ക് വാങ്ങിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിലൊക്കെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു.